ഞാനിന്നെത്തിയത് നമ്മളെ പേട്ടതുള്ളലൊക്കെ കഴിഞ്ഞ് കരിമല ചവിട്ടുന്ന ആദ്യ ഒരു പടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കരിമല ചവിട്ടി തുടങ്ങി കേട്ടോ. നമ്മൾ എരുമേലിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിരാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ നല്ല മഞ്ഞും നല്ല വ്യൂസും ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ആദ്യം തന്നെ ഞങ്ങൾ ഈ മെയിൻ റോഡിൽ കൂടെയാണ് നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ സൈഡ് നമ്മൾ വരി വരിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ കിട്ടുന്ന ഒരു അമ്പലമാണിത്. ആ അമ്പലത്തിൽ കയറി തൊഴുത് അതിനുശേഷം നമുക്ക് അടുത്ത അമ്പലവും കിട്ടും. അതും കഴിഞ്ഞ് പിന്നെ ഒരു കയറ്റായിരുന്നു കേട്ടോ. ആ കയറ്റം നല്ലൊരു നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനെ കൊണ്ട് തന്നെ ഒന്ന് വാമപ്പ് ആയിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് ഞങ്ങളെ യാത്ര അതാ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കൊരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ തന്നെ ഇനി എത്ര ദൂരം ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടും. ഇനി അങ്ങോട്ട് നമുക്ക് ഇങ്ങനത്തെ നടപ്പാതയാണ് കിട്ടുക കേട്ടോ. ചരളും മണ്ണും ഒക്കെ ആയിട്ടുള്ള അത്യാവശ്യം കുറച്ച് ദൂരം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. കാരണം നമ്മളെ ശരീരവും നമ്മളും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു കാര്യം നമുക്ക് കിട്ടും. കാരണം നമ്മളെ ശരീരമൊക്കെ എത്ര വീക്കാന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എനിക്കൊക്കെ നല്ല ഗതപ്പുണ്ടായിരുന്നു. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നടത്തവും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടും ചെരുപ്പിടാത്തുള്ള യാത്ര ആയതുകൊണ്ടും നമുക്കത് പെട്ടെന്നൊന്നും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്നത് ഒരു അപ്പൂപ്പൻകാവാണ്. അതായത് തലപ്പാറ അപ്പൂപ്പൻകാവ്. അപ്പോൾ നമ്മളവിടെ കയറി തൊഴുത് ഇങ്ങോട്ട് പോകുന്നത് ഒരു ട്രൈബൽസിൻ്റെ ഒരു അമ്പലമാണ് എന്നാണ് ഞാൻ ചോദിച്ചാൽ അറിയാൻ പറ്റിയത്. എത്രമാത്രം കറക്റ്റ് ആണെന്നുള്ള കാര്യം അറിയത്തില്ല. പിന്നെ നമുക്കിങ്ങനെ പോകുന്നതിന് അനുസരിച്ച് കുറച്ച് കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓരോ ഷെഡുകൾ കിട്ടും കേട്ടോ. നമുക്ക് വിരി വെക്കാനും വിശ്രമിക്കാനും ഒക്കെ. ഈ കാണുന്നത് നമുക്ക് ഈ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി കെട്ടി നിർത്തിയ ഒരു സംഭവമാണ്. അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും ആനേൻ്റെ സാന്നിധ്യം കൂടുതലുള്ളതാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ തന്നെ കാണാം കുറേ ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്കൊരു ചെറിയൊരു റിവർ ക്രോസ് കിട്ടിയിട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നു അത്. നമ്മൾ കുറേ നടന്ന് അതിന് ശേഷം ആ വെള്ളത്തിലിറങ്ങിയത് നല്ല സുഖമുണ്ട്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയാലതാ നമുക്ക് അടുത്തൊരു വ്യൂ കിട്ടി. അതായത് നമുക്ക് ഏർമാടം എന്നൊക്കെ പറഞ്ഞ സംഭവമില്ലേ ഉണ്ടാക്കി വെച്ചിട്ട് നിരീക്ഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് എത്തിയാലും കാളകെട്ടി എത്തി കേട്ടോ. അവിടെ കയറി തേങ്ങ ഉടയ്ക്കാനുള്ളവരൊക്കെ തേങ്ങ ഉടച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അഴുതയാണ്. അഴുത നദി പോകണം, കുളിക്കണം, കല്ലെടുക്കണോ. ആ കല്ല് നമ്മൾ എന്നിട്ട് കല്ലിടാൻ കൊണ്ടുപോയി നിക്ഷേപിക്കണം കേട്ടോ. കരിമല ചവിട്ടുമ്പോൾ ഇതൊക്കെ എല്ലാവരും കന്നിസ്വാമിമാർ തൊട്ട് കുറേ കൊല്ലം പോയിട്ടുള്ള സ്വാമിമാരും ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും അഴുതയിൽ മുങ്ങണം, കല്ലെടുക്കണം, കല്ലിടാൻ കുന്നിൽ കല്ല് നിക്ഷേപിക്കണം. എന്തായാലും നല്ല വ്യൂസും നല്ല വാട്ടറും ഒക്കെയാണ് കേട്ടോ. കാടിൻ്റെ ഉള്ളിലുള്ളതിനെ കൊണ്ട് തന്നെ വൃത്തികേടാക്കാൻ തീരെ സമ്മതിക്കില്ല. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ കയറ്റില്ല. അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാം. അഴുതത്തെ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി അഴുതത്തെ കുന്ന് കയറാണ്ട്. ആ കുന്ന് കയറുന്നതിന് മുന്നേ നല്ല ചെക്കിങ് ഉണ്ടാവും. പ്ലാസ്റ്റിക് നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ കുന്ന് കയറാൻ വിടുള്ളൂ. കാരണം അത് ഭയങ്കരമായിട്ടുള്ളൊരു കാടാണ്. ഇവിടെയാണ് കേട്ടോ നമ്മൾ കല്ല് നിക്ഷേപിക്കുക അഴുതയിൽ നിന്ന് എടുത്ത്. അതിനുശേഷം പിന്നെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള യാത്രയാണ്. ഭയങ്കര കുന്നും മലയൊക്കെ താണ്ടി നമ്മൾ അടുത്തത് പോകുന്നത് നമ്മൾ ഇവിടെ നിന്ന് ആളിട്ടാണ് കേട്ടോ. അതായത് മുക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ മെല്ലെ വിരിയൊക്കെ വെച്ച് വിശ്രമിച്ച് ഇനി നാളെയാണ് കേട്ടോ യാത്ര. അപ്പം